സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ആണ്. സോ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ലൈക്ക് ഫ്ലോ റേറ്റ്, ഹെഡ്, സ്പീഡ്, സോ ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻസ് ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുന്ന കർവ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. സോ ഈ കർവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ നമുക്ക് പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ സ്പീഡ്, നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡ് വാരി ചെയ്യുമ്പോൾ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് വാരി ചെയ്യുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ കർവ്സ് നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ മെയിൻലി 3 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ്, സെക്കൻഡ് വൺ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്, തേർഡ് വൺ കോൺസ്റ്റന്റ് എഫിഷ്യൻസി ഓർ മഷൽ കർവ്സ്. സോ ഫസ്റ്റ് നമുക്ക് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് എന്താണെന്ന് നോക്കാം. സോ ഇതിനകത്ത് മെയിൻലി 3 കർവ്സ് ആണുള്ളത്. ഫസ്റ്റ് കർവ് പവർ വേഴ്സസ് സ്പീഡ്, രണ്ടാമത്തെ കർവ് ഹെഡ് ഡെവലപ്ഡ് വേഴ്സസ് സ്പീഡ്, മൂന്നാമത്തത് ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ്. സോ പവർ, ഹെഡ്, ഡിസ്ചാർജ് ഇത് എങ്ങനെയാണ് വാരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്. സോ അതാണ് ഈ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സിൽ മെയിനായിട്ടുള്ളത്. സോ ഇതിൽ ഓരോ കർവും ഓരോ എക്സ്പെരിമെൻറ്റ്സ് ആണ്. സോ സെൻട്രിഫ്യൂഗൽ പമ്പ്സിൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഈ പവർ വേഴ്സസ് സ്പീഡ് കർവ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ചാർജും ഹെഡും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ കർവിൽ കോൺസ്റ്റന്റ് ഡിസ്ചാർജും കോൺസ്റ്റന്റ് ഹെഡും ആയിരിക്കും. സോ സിമിലർലി ഹെഡ് വേഴ്സസ് സ്പീഡ് കർവ് വരയ്ക്കാനായിട്ട് നമ്മൾ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക. സോ കോൺസ്റ്റന്റ് ഡിസ്ചാർജിലായിരിക്കും നമ്മൾ സ്പീഡ് വാരി ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് വാരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഹെഡും വാരി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കർവ് പ്ലോട്ട് ചെയ്യുന്നത്. അതുപോലെ ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ് കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹെഡ് കോൺസ്റ്റന്റ് ആക്കി കീപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ 3 കർവിനും 3 ഷേപ്പാണ്. സോ ഈ ഷേപ്പിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ മോഡൽ ടെസ്റ്റിങ്ങിനകത്ത് കുറച്ച് സിമിലാരിറ്റി കണ്ടീഷൻസ് പഠിച്ചായിരുന്നു. സോ അതിലെ സെക്കൻഡ് സിമിലാരിറ്റി കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും, റൂട്ട് ഓഫ് ഹെഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു എൻ. സോ അതായത് റൂട്ട് ഓഫ് ഹെഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, സ്പീഡാണ്. സോ ഞാനിപ്പോൾ ഈ ഒരു റിലേഷൻ്റെ രണ്ട് സൈഡിലും ബോത്ത് സൈഡ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഹെഡ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ എന്ന് കിട്ടും. സോ ഹെഡ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ. സോ അതുകൊണ്ട് തന്നെ ഹെഡും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ഒരു പാരാബോളിക് കർവ് ആയിരിക്കും. അതുപോലെ തേർഡ് സിമിലാരിറ്റി കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റും Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. അതായത് ഡിസ്ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. സോ അതുകൊണ്ട് തന്നെ ഡിസ്ചാർജും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദെൻ ഈ ഒരു ഫോർത്ത് സിമിലാരിറ്റി കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും P/d⁵n³ is a constant. സോ ഈ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n⁻3. അതായത് പവർ സ്പീഡിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. സോ അതുകൊണ്ട് തന്നെ പവറും സ്പീഡും തമ്മിലുള്ള കർവ് എന്തായിരിക്കും, ഒരു ക്യൂബിക് കർവ് ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പവറും സ്പീഡും തമ്മിലുള്ള കർവ് എന്താണ്, ക്യൂബിക് കർവ് ആണ്. ബിക്കോസ് എന്താണ്, പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് റൈസ് ടു ദ പവർ 3. സ്പീഡിന്റെ ക്യൂബിനാണ് പ്രൊപ്പോർഷണൽ. സോ എന്തായിരിക്കും, ഇതൊരു ക്യൂബിക് കർവ് ആയിരിക്കും. ദെൻ ഹെഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, സ്ക്വയർ ഓഫ് സ്പീഡാണ്. സോ എന്തായിരിക്കും, ഹെഡ് വേഴ്സസ് സ്പീഡ് കർവ് എന്തായിരിക്കും, പാരാബോളിക് ആയിരിക്കും. ദെൻ നമുക്കറിയാം ഡിസ്ചാർജും സ്പീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ എന്തായിരിക്കും, അത് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അത് തമ്മിലുള്ള കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. സോ നെക്സ്റ്റ് വൺ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. സോ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്ലോട്ടിൽ കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് സ്പീഡിലാണ് ഇതിലുള്ള എല്ലാ കർവ്സും വരച്ചേക്കുന്നത്. കോൺസ്റ്റന്റ് സ്പീഡ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഹെഡ്, ഇൻപുട്ട് പവർ, ഔട്ട്പുട്ട് പവർ, എഫിഷ്യൻസി, ഇത്രയും പാരാമീറ്റേഴ്സ്
വാരി ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഡിസ്ചാർജ്. അപ്പോൾ ഡിസ്ചാർജ് മാറുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ് ഹെഡ് വാരി ചെയ്യുന്നത്, എഫിഷ്യൻസി എങ്ങനെയാണ് വാരി ചെയ്യുന്നത്, ഇൻപുട്ട് പവർ എങ്ങനെ വാരി ചെയ്യുന്നു, ഔട്ട്പുട്ട് പവർ എങ്ങനെ വാരി ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഉള്ളത്. സോ ഇതെന്താണ്, പ്യുവർലി എക്സ്പെരിമെൻ്റൽ ആണ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എടുത്തിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഫസ്റ്റ് നമുക്ക് മാനോമെട്രിക് ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ് കർവ് നോക്കാം. സോ ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ് കർവ് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് 0 ആയിരിക്കുമ്പോൾ നമുക്ക് മാക്സിമം ഹെഡ് കിട്ടും. സോ ഹെഡ് വിൽ ബി മാക്സിമം അറ്റ് ഡിസ്ചാർജ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ഡെലിവറി വാൽവ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്ന ഹെഡ് മാക്സിമം ആയിരിക്കും. എന്നിട്ട് നമ്മൾ സ്ലോ ആയിട്ട് ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് സ്ലോലി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് ഫസ്റ്റ് കർവ്. സോ 0 ഡിസ്ചാർജിൽ മാക്സിമം ഹെഡ്, ഡിസ്ചാർജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഹെഡ് ഗ്രാജുവലി കുറയും. സോ ഇനി നമുക്ക് ഔട്ട്പുട്ട് പവറിന്റെ കർവ് നോക്കാം. ഔട്ട്പുട്ട് പവറിന്റെ കർവാണ് ഇത്. നമുക്കറിയാം ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു റോ ജി ക്യു എച്ച് എന്നാണ്, റോ ജി ക്യു എച്ച്. സോ ഒറിജിനിൽ എന്താണ്, ക്യു 0 ആണ്, തുടക്കത്തിൽ ക്യു 0 ആണ്. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ഔട്ട്പുട്ട് പവറും 0 ആയിരിക്കും. ദെൻ ഡിസ്ചാർജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പവർ കൂടിക്കൊണ്ടിരിക്കും, ഔട്ട്പുട്ട് പവർ കൂടും. ദെൻ അറ്റ് സം ഡിസ്ചാർജ് ഔട്ട്പുട്ട് പവർ മാക്സിമം ആവും. പിന്നെ നമ്മൾ ഫർദർ ഡിസ്ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഔട്ട്പുട്ട് പവർ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് പവർ ഈ ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇൻപുട്ട് പവർ വേഴ്സസ് ഡിസ്ചാർജ് കർവ് നോക്കാം. ഇൻപുട്ട് പവർ വേഴ്സസ് ഡിസ്ചാർജ്. സോ ഡിസ്ചാർജ് 0 ആയിരിക്കുമ്പോൾ ഇൻപുട്ട് പവർ 0 അല്ല. കാരണം ഇനിഷ്യലി നമ്മൾ കുറച്ച് പവർ മെക്കാനിക്കൽ ലോസസ് ഓവർകം ചെയ്യാനായിട്ട് സപ്ലൈ ചെയ്യേണ്ടി വരും, ഇത്രയും പവർ. സോ അത് കഴിഞ്ഞിട്ടുള്ള പവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു മിനിമം സ്പീഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, വാട്ടർ ഡെലിവറി ചെയ്ത് തുടങ്ങുള്ളൂ നമുക്കറിയാം. സോ മെക്കാനിക്കൽ ലോസസിനായിട്ടും ആ മിനിമം സ്പീഡ് എത്തിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇനിഷ്യലി കുറച്ച് ഇൻപുട്ട് പവർ വേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് 0 ആയിരിക്കുന്ന പോയിന്റിൽ ഇൻപുട്ട് പവർ എന്തല്ല, 0 അല്ല, അതിനൊരു വാല്യൂ ഉണ്ടാവും. ആ പവർ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, മെക്കാനിക്കൽ ലോസസ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് പവർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഡിസ്ചാർജ് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. നമ്മളിവിടെ എല്ലാം ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം കോൺസ്റ്റന്റ് സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ കർവ്സ് എല്ലാം പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻപുട്ട് പവർ കൂട്ടി കഴിഞ്ഞിട്ട് കോൺസ്റ്റന്റ് സ്പീഡ് ആക്കുമ്പോൾ എന്ത് പറ്റും, ഡിസ്ചാർജ് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇൻപുട്ട് പവർ കൊടുക്കണം. ദെൻ ലാസ്റ്റ് കർവ് എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. സോ നമുക്കറിയാം എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. നമുക്ക് ഔട്ട്പുട്ട് കർവ് ഉണ്ട്, ഇൻപുട്ട് കർവ് ഉണ്ട്. സോ ഈ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൾമോസ്റ്റ് കിട്ടുന്നത് എന്തായിരിക്കും, ഈ ഒരു ഷേപ്പ് ആയിരിക്കും. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യും, ഒറിജിനൽ എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും എഫിഷ്യൻസി, ബിക്കോസ് എന്താണ്, ഔട്ട്പുട്ട് പവർ 0 ആണ്. സോ ദെൻ എന്ത് ചെയ്യും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, ഡിസ്ചാർജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, ഒരു പീക്ക് വാല്യൂ എത്തും. ഇവിടെയാണ് എന്ത്, പമ്പ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, മാക്സിമം എഫിഷ്യൻസി റീച്ച് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, എഫിഷ്യൻസി കുറയും. സോ ഇതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ പറഞ്ഞ രണ്ട് കർവും. ഇനി ഒരു കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സ് ഉണ്ട്, അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. കുറച്ച് ലെങ്തി അല്ല, എന്നാലും കുറച്ചുകൂടി പറയാനുണ്ട് അതിൽ. ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം. ഈ എഫിഷ്യൻസി കർവ്സ്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സും മെയിൻ ക്യാരക്ടറിസ്റ്റിക്സും കറക്റ്റായിട്ട് വരച്ച് പഠിക്കണം. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ 2-3 പ്രാവശ്യം വരച്ച് പഠിച്ചാൽ മതി, ഐഡിയ കീപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനൂടെ പഠിക്കുക. അതിൻ്റെ കൂടെ എങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക.